ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായിട്ടാണ് ഡ്രീം ഗാർഡൻ എത്തിയിരിക്കുന്നത്. ഒരു ഹാഫ് ആൻ അവർ നേരത്തേക്ക് എല്ലാവർക്കും റെസ്റ്റാണ് കേട്ടോ. കണ്ണിന് കുളിർമയേകുന്ന നല്ല രസമുള്ള പൂക്കളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ് ഡ്രീം ഗാർഡൻ്റെ പ്രത്യേകതകൾ? ഡ്രീം ഗാർഡൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അതായത് ചെറിയ വിലയുടെ പ്ലാന്റുകൾ മുതൽ റേറ്റ് കൂടിയ പ്ലാന്റുകൾ വരെ നമ്മൾ, അതായത് കുറഞ്ഞ വെറൈറ്റി മുതൽ കൂടിയ വെറൈറ്റി വരെയുള്ള പ്ലാന്റ്സുകൾ. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. നമ്മൾ ആരെയും നമ്മൾ പരിഗണിക്കാതിരിക്കുന്നില്ല, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഇന്നും നമ്മൾ വീഡിയോയിൽ കുഞ്ഞു പ്ലാന്റുകൾ മുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡ്രീം ഗാർഡൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് സപ്പോർട്ട് തന്നെയാണ് നമ്മൾക്കുള്ളത്. അത് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ ഇന്ത്യൻ വെറൈറ്റീസും തായ്ലൻഡ് വെറൈറ്റീസും അതുപോലെ തന്നെ മലേഷ്യൻ വെറൈറ്റീസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുഞ്ഞു പ്ലാന്റുകൾ മുതൽ വലിയ പ്ലാന്റ്സ്, അതായത് റേറ്റുള്ള പ്ലാന്റ്സുകൾ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇരിക്കുന്ന പ്ലാന്റിലേക്കായിരിക്കും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റിലേക്ക് ആരും നോക്കണ്ട, ഈ പ്ലാന്റ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയതാണ്. ഇനി ഈ പ്ലാന്റ് ആരും ചോദിച്ചു വരണ്ട കേട്ടോ. ഇനി ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടർണയുടെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന മിസ് ഹോളണ്ട് പോലത്തെ പ്ലാന്റ്സുകളുടെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കോൾ ചെയ്തതിന് ശേഷം വരാം കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും വീട്ടിലുണ്ടാകില്ല. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ നമ്മൾ എങ്ങനെയാണ് അയക്കുന്നത്? DTDC കൊറിയറും സ്പീഡ് പോസ്റ്റ് കൊറിയറും അതുപോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ വഴിയും നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. പെറ്റ് സർവീസിൻ്റെ വണ്ടി കേരളത്തിൻ്റെ നാനാ ഭാഗത്തുകൂടിയാണ് പോകുന്നത്. നമ്മൾക്ക് ഇവിടുന്ന് പ്ലാന്റുകൾ അയക്കുമ്പോൾ സെയിം പോട്ടുകൾ, അതായത് നമുക്ക് എങ്ങനെയാണോ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ആ സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ നമുക്ക് കയറ്റി നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അന്ന് തന്നെ റിസീവ് ചെയ്യാവുന്നതാണ്. സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ റിസീവ് ചെയ്യാവുന്നതാണ്. നാഷണൽ ഹൈവേയും MC റോഡ് വഴിയാണ് നമ്മുടെ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ പോകുന്നത് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഒരു 10-15 കിലോമീറ്റർ 20 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികളിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഡയറക്റ്റ് വെയിലത്തേക്ക് തന്നെ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ നമ്മളതിൻ്റെ കുറച്ച് മണ്ണുകൾ മാറ്റിയിട്ട് ആയിരിക്കും അയക്കുക. അത് വിത്ത് പോട്ട് വേണ്ടവർക്ക് വിത്ത് പോട്ടായിട്ടും പിന്നെ കൊറിയർ ചാർജ് കൂടുതലാകുമെന്നുള്ളവർക്ക് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയക്കാം. എത്ര ചെറിയ പ്ലാന്റ് ആയാലും വലിയ പ്ലാന്റ് ആയാലും നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുമ്പോൾ, അതായത് കൊറിയറായിട്ട് അയച്ചു തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സുകളുടെ ചുവട് അനങ്ങാൻ പാടില്ല. അതായത് നമ്മളിവിടെ മാക്സിമം ചുവട്ടിലെ മണ്ണ് മാക്സിമം എടുക്കാതെയാണ്, അതായത് നമുക്ക് കുറച്ച് മാത്രം മണ്ണ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. റൂട്ടിൻ്റെ ഭാഗത്തെ മണ്ണ് അനക്കാതെയാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈകൾ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആ റൂട്ടിൻ്റെ ഭാഗത്തെ മണ്ണ് ഒരിക്കലും നിങ്ങൾ മാറ്റാനായിട്ട് നിൽക്കരുത്. അത് അങ്ങനെ തന്നെ ഒരു കട്ട മണ്ണായിട്ടായിരിക്കും കിട്ടുക. അത് അങ്ങനെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ റിപ്പോർട്ട് ചെയ്താലും പ്ലാന്റ്സുകൾ ഒരാഴ്ച തണലത്ത് തന്നെ വെക്കുക കേട്ടോ. തണലത്ത് തന്നെ വെച്ച് സെറ്റായതിനു ശേഷം മാത്രമേ പ്ലാന്റ്സുകൾ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ. പ്ലാന്റുകൾ വെയിലത്ത് വെച്ചാൽ മാത്രമേ പ്ലാന്റുകളിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ കേട്ടോ. നമുക്ക് ഈ സൈഡിലൊക്കെ ഒത്തിരി പ്ലാന്റ്സുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് വെയിലിൻ്റെ കുറവുണ്ടായിരുന്നു. ഇവിടെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ നെറ്റൊക്കെ നമ്മൾ പഴിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇവിടെ അതൊക്കെ സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് പ്ലാന്റ്സുകളെല്ലാം ഫുള്ള് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഏരിയയിലും കൂടി നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റ്സുകളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്ലാന്റിൻ്റെയും ID നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, പ്ലാന്റിൻ്റെ സൈസ് പ്രത്യേകം പറയുവാണ്, പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓരോ പ്ലാന്റുകൾ നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൈസ് കൊണ്ടും പ്ലാന്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്കത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. മാക്സിമം കോളുകൾ ഒഴിവാക്കാട്ടോ. പലരും ചോദിക്കും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. നമുക്ക് സെയിൽ ഉള്ളത് കാരണം കൊണ്ടാണല്ലോ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ താമസിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ്. നിങ്ങൾ മൈ ഡ്രീം ഗാർഡൻ എന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് ലൊക്കേഷൻ കിട്ടും. മൈ ഡ്രീം ഗാർഡൻ പുത്തൻകുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പകൽ ഒരു കാരണവശാലും നമ്മളിവിടെ വാട്സപ്പ് മെസ്സേജുകൾ നോക്കുന്നതല്ല. കാരണം നമുക്ക് നല്ല തിരക്ക് തന്നെയാണ്. പകലൊക്കെ കൊറിയർ പാക്കിങ്ങിൻ്റെ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാട്സപ്പ് മെസ്സേജുകൾ പകൽ നോക്കുന്നില്ല. എല്ലാ മെസ്സേജുകളും നമ്മൾ നൈറ്റോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിരിക്കും നമ്മൾ നോക്കുക. അപ്പം എൻ്റെ മെസ്സേജ് എന്താണ് നോക്കാത്ത, ഇത്ര നേരമായിട്ട് എന്താണ് നോക്കുക, ചിലരൊക്കെ ക്യാഷൊക്കെ അയച്ചിട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. എല്ലാ മെസ്സേജുകളും നമ്മൾ നൈറ്റും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ആയിട്ട് നോക്കി തീർക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം 2 ദിവസം കൊണ്ട് നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടി ഇട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ മെസ്സേജ് ടോപ്പിലേക്ക് കയറുമല്ലോ, അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ തന്നെ മാക്സിമം കോൺടാക്റ്റ് ചെയ്യാം വേണ്ടുന്ന പ്ലാൻസുകൾ. അപ്പോൾ നമ്മൾ ഓരോ പ്ലാൻസിൻ്റെയും ID പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ ID നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്ത് വരാം. അത് ഇന്ന പ്ലാൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ഇട്ട് വാട്സപ്പിലേക്ക് വരാം. അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ഓരോ പ്ലാൻസുകളായിട്ട് കാണാം. ഇതിൽ റേറ്റ് കൂടിയ പ്ലാൻസുകളും റേറ്റ് കുറഞ്ഞ പ്ലാൻസുകളുമുണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാട്സപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഐറ്റം, അതായത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റ് അല്ല നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ട്, ഇത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയ പ്ലാന്റ് ആണ്. ബട്ടർ കപ്പിൻ്റെ ഭംഗി നിങ്ങൾക്കൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് പ്ലാന്റ് വലുതാകുമ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് ബട്ടർ കപ്പ്. അപ്പോൾ ഈ ബട്ടർ കപ്പിൻ്റെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 1250 ആണ് കേട്ടോ. 1250 രൂപയാണ് റേറ്റ് വരുന്നത്. പെട്ടെന്ന് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം വരുന്നത്. അടുത്ത നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് മാജിക് ഐസ്ക്രീം എന്ന് പറയുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതുപോലെ ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് ഫ്ലവർ ഇതുപോലെ നമ്മുടെ മിസ് വേൾഡിൻ്റെയൊക്കെ ഫ്ലവർ പോലെ ഇതിങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റ്സ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 1250, 1250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സെയിലിന് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഐറ്റമൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് വരാത്ത ഐറ്റമാണ്. നല്ല ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇനി നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ടോപ്പ് റയറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വജിദലീഷ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണട്ടെ. ഒരു സൂഫിയ ഇന്ത്യാനയുടെ ഫ്ലവറുമായിട്ട് ഒരു ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്. ഫ്ലവർ ഇതുപോലെയൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാറി മാറിയാണ് ഫ്ലവറുകളൊക്കെ വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ട്രീ പോലെ ഒരു പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണുള്ളൂ. ഇനിയിപ്പം നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന സമയത്ത് പൂക്കൾ പൊഴിഞ്ഞു പോകുമോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇതിനകത്തൊക്കെ നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് വജിദലീഷ വന്നിരിക്കുന്നത്. നല്ല റയർ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 2200 ആണ് കേട്ടോ. 2200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. വളരെ ഞാനിപ്പോൾ കാണിക്കുന്ന, ഇപ്പോൾ ഞാൻ അതിനു മുമ്പ് കാണിച്ച ബട്ടർ കപ്പ് അതുപോലെ തന്നെ മാജിക് ഐസ്ക്രീം ഇതുപോലത്തെ റയർ പ്ലാന്റ്സുകളൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണുള്ളൂ കേട്ടോ. 2-3 പ്ലാന്റ്സുകൾ മാത്രമായിരിക്കും റയർ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2200 ആണ് കേട്ടോ. നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മിസ് ഹോളണ്ട് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളൊരു കഴിഞ്ഞ മാസമൊക്കെ കൊണ്ടുവന്നിരുന്നു തോന്നുന്നു. ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് നമ്മളിതുപോലെ മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ. ഇതിന് വെയിൽ കിട്ടുമ്പോഴാണ് ഈ ഒരു കളറിലേക്ക് വരുന്നത്. കുറച്ചുകൂടി കളർ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇത് ഒരു മദർ പ്ലാന്റ് ആണ്, വലിയ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 1800 ആണ്. ഇത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഒരു പ്ലാന്റ് ആണ് ഈ വലുത് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ
ചെറിയ പ്ലാന്റുകൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നതാണ് മിസ് ഹോളണ്ടിൻ്റെ ചെറിയ പ്ലാന്റുകൾ. അപ്പോൾ നമ്മൾ മിസ് ഹോളണ്ടിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ചില പ്ലാന്റ്സുകൾക്കൊക്കെ കളർ നന്നായിട്ട് കയറി വരുന്നുണ്ട്, ചിലതിനൊക്കെ കളറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ വരുന്നത്. മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് കാണാം. ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റാണ്. ഞാൻ പറഞ്ഞിരുന്നു നന്നായിട്ട് വെയിൽ കിട്ടുമ്പോഴാണ് ഈ പ്ലാന്റ്സുകൾക്ക് കളർ വരികയുള്ളൂ. അപ്പോൾ ഇത് നല്ല വെയിലത്തേക്ക് തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ. കളറായി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ കളറായി വരുന്ന പ്ലാന്റാണ്. അപ്പോൾ മിസ് ഹോളണ്ടിൻ്റെ നമുക്കൊരു 15 പ്ലാന്റോളം ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 850, 850 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റാണ് മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ് മാത്രമാണ് ഇത്ര നാൾ നമുക്ക് വന്നിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ. ഇത്രയും കളർ തന്നെയായിരിക്കും. നമുക്ക് കുറച്ചുകൂടി കളർ വരാനുണ്ട് കേട്ടോ. ഇതുപോലെ കളറ് നന്നായിട്ട് കയറി വരുന്നൊരു പ്ലാന്റാണ് മിസ് ഹോളണ്ട്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടർണയുടെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഒത്തിരി പൂക്കളോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് നമുക്ക് 2 ദിവസം മുമ്പാണ് സ്റ്റോക്ക് വന്നത്. ഒരുപാട് പൂക്കളായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പം ഒത്തിരി പൂക്കൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അടർണയുടെ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിന് ആദ്യം വരുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ കളർ വരുന്നത്. അതായത് ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറാണ്. അതിൻ്റെ ക്രീം ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളർ, ഈ ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതുപോലെ മിക്സഡായിട്ട് കളർ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെയാണ് പിന്നെ കളറുകൾ വരുന്നത് കേട്ടോ. ഇതുപോലെ മിക്സഡായിട്ട് പല കളറുകളായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അടർണയിൽ 7-8 കളർ വരുന്ന പോലെ ഇതിലിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് 2-3 കളറായിട്ട് വന്നിരിക്കുന്ന ഒരു അടർണ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2-3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതുകൊണ്ട് ഒത്തിരി പൂക്കളോടുകൂടി കൊണ്ടുവന്നതാണ്. പൂക്കളെല്ലാം പൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. കണ്ടോ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ 2-3 പ്ലാന്റ്സ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 1400, 1400 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ കളർ വെരിഗേറ്ററിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെവി ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 ഇഞ്ച് പോട്ടിൽ ഹെവി ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ് ട്രൈ കളർ വെരിഗേറ്റർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റ് മാത്രമാണ് ഇത്രയും വലിയ പ്ലാന്റ് ഉള്ളൂ. ഇതിന് റേറ്റ് വരുന്നത് 2200 ആണ് റേറ്റ് വരുന്നത്. 2200 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് 700. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. പ്ലാന്റ് ഒത്തിരി വലുതല്ല. ഇതാണ് പ്ലാന്റ് വരുന്നത്. 700 ആണ് റേറ്റ് വരുന്നത്. അടുത്തൊരു ടോപ്പ് റെയർ വെറൈറ്റി എന്ന് പറയുന്നത് സെക്കൂറ ബെല്ലാക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അതിമനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെക്കൂറ ബെല്ലാക്ക. നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് സെക്കൂറ ബെല്ലാക്ക. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ് ആണ്. പിന്നെ അവൈലബിലിറ്റി വളരെയധികം ഷോർട്ടേജ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് സെക്കൂറ ബെല്ലാക്ക. ഇതിന് നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസുള്ള സെക്കൂറ ബെല്ലാക്കയ്ക്ക് റേറ്റ് വരുന്നത് 1300, 1300 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് റോയൽ ഡോൾഫിൻ ആണ് കേട്ടോ. നല്ല ഡാർക്ക് മച്ചന്ത കളർ ഫ്ലവറാണ് വരുന്നത്. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള റോയൽ ഡോൾഫിൻ പ്ലാന്റിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് വരുന്നത്. ഫ്ലവർ ഇടാറായ പ്ലാന്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മാർബിൾ വൈറ്റിൻ്റെ ബോക്കിൻ വില്ലാണ് കേട്ടോ. മാർബിൾ ഇട്ട് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഒരു മലേഷ്യൻ വെറൈറ്റിയാണ്. നല്ല ഹെവി ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ലീഫ് നന്നായിട്ട് വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിനിപ്പോൾ വെരിഗേഷൻ കുറവാണ്. ഇതിന് നല്ല വെയിൽ ആവശ്യമാണ് കേട്ടോ. വെയിൽ കിട്ടുമ്പോഴാണ് ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 1800 ആണ് കേട്ടോ. 1800 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടർണയുടെ ചെടിയാണ് കേട്ടോ. അടർണയുടെ വലിയ ചെടിയാണ് വരുന്നത്. അടർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. അടർണയുടെ ഈ ഒരു പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാം പല കളറുകളിലാണ് അടർണയുടെ പൂക്കൾ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അതുപോലെ തന്നെ പല രീതിയിലാണ് അടർണയുടെ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ പ്ലാന്റിലും ഓരോ രീതിയിലാണ് പൂക്കൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ കുറച്ച് പിങ്ക് ഷെയ്ഡ് കൂടുതലാണെങ്കിൽ ചിലതിൽ കുറച്ച് യെല്ലോ ഷെയ്ഡായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അടർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി അടർന ഹാങ് ചെയ്യണം എന്നുള്ളവർക്ക് ഹാങ്ങിങ് രീതിയിൽ വന്നിരിക്കുന്ന, അതായത് പടർന്ന് കിടക്കുന്ന ഹാങ് ചെയ്യാൻ പാകത്തിനുള്ള അടർന പ്ലാന്റുകളും നമുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അടർന വാങ്ങിക്കുമ്പോൾ ഏത് രീതിയിലുള്ള അടർനയാണ് നിങ്ങൾക്ക്, അതായത് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന അടർനയാണോ അതോ ഹാങ് ചെയ്യുന്ന അടർനയാണോ വേണ്ടത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള അടർന പ്ലാന്റിന് റേറ്റ് വരുന്നത് 1400 ആണ് റേറ്റ് വരുന്നത്. ഇനി ഒത്തിരി പേര് ആവശ്യപ്പെടുന്നു അടർനയുടെ ചെറിയ പ്ലാന്റുകൾ തരാമോ എന്ന് ആവശ്യപ്പെടുന്നു. ഇന്ന് നമുക്ക് അടർനയുടെ ചെറിയ പ്ലാന്റുകൾ റേറ്റ് വന്നിരിക്കുന്നത് 950 950 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള അടർന പ്ലാന്റുകളുടെ കുറച്ച് ചെറിയ പ്ലാന്റുകൾ, അതായത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് 950 ചെറിയ പ്ലാന്റിനും വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 1400 റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് യെല്ലോ അടർന. ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ അടർന ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതിന് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്, വലിയ പ്ലാന്റുകൾ. അതായത് ഇന്ന് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 750 രൂപയാണ് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് സൈസ് ഒന്ന് നോക്കാം. ചെറിയ പ്ലാന്റുകൾ യെല്ലോ അടർനയുടെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസുള്ള ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 450 രൂപയാണ് ഇന്നത്തെ. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ, ഈ ഒരു സൈസിലുള്ളൂ. ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ല യെല്ലോ അടർന വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് വന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 450. അതുപോലെ 8 ഇഞ്ച് പോട്ടിലുള്ള വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 750 ആണ് റേറ്റ് വരുന്നത്. ഒത്തിരി പേര് യെല്ലോ അടർന വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഭയങ്കര ക്രൈസാണ് യെല്ലോ അടർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി പേര് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സ്റ്റോക്ക് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രീസ റെഡ് ആണ് കേട്ടോ. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രീസ റെഡ്. നമുക്ക് കുറിയായിട്ട് ബ്രീസ റെഡ് വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാം വന്നിരിക്കുന്ന പ്ലാന്റാണ്, ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ബ്രീസ റെഡ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തടിയിൽ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാത്തിലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഞാനിപ്പം കാണിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബ്രീസ റെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നമുക്കൊരു 2-3 പ്ലാന്റ്സ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റ് ഇതാണ്. അതുപോലെ തന്നെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രീസ റെഡിന് റേറ്റ് വരുന്നത് 1400 ആണ് റേറ്റ് വരുന്നത്. 1400 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ലോലയാണ് കേട്ടോ. ലോല, പേര് പോലെ തന്നെ ലോലമായിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ ലോലമായിട്ടുള്ള ഫ്ലവേഴ്സ്, അതിൻ്റെ സ്റ്റെംസ്, ലീവ്സ് എല്ലാം ലോലാണ് കേട്ടോ. കാരണം നല്ല തളർന്ന പോലെ കിടക്കുന്ന പ്ലാന്റ്സ്, അതായത് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ലോല. ഒത്തിരി പേര് ആവശ്യപ്പെടാറുണ്ട് കേട്ടോ ലോല പ്ലാന്റ്സ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന പ്ലാന്റ്സ് നമുക്ക് തികഞ്ഞിരുന്നില്ല. ഇന്ന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലല്ല, ഇതുപോലത്തെ പോട്ടിലാണ് നമുക്ക് ലോല വന്നിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വലിയ ഹാങ്ങിങ് ബോട്ടിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള ലോല പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1350 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 1350 ആണ് റേറ്റ് വരുന്നത്. ഒത്തിരി പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. 2-3 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മഹാറാണിയാണ് കേട്ടോ. മഹാറാണി ഇപ്പോൾ ഫ്ലവർ കാണിക്കാനായിട്ട് ഇതിൽ ഒരുപാട് ഫ്ലവർ ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഫ്ലവർ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുതൽ മഹാറാണിയുടെ വലിയ പ്ലാന്റ് കിട്ടാനുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള മഹാറാണി പ്ലാന്റ് ഇത് കണ്ടോ. ഇതൊരു ഗ്രാഫ്റ്റിംഗ് വലിയ ട്രീ പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മഹാറാണി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. മറ്റു ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ, വലിയ ട്രീ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ആയിട്ട് ഒരു ട്രീ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഹാറാണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള മഹാറാണി പ്ലാന്റിന് റേറ്റ് വരുന്നത് 1500 ആണ് റേറ്റ്. 1500 രൂപയാണ് റേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ മഹാറാണിയുടെ വലിയ പ്ലാന്റാണ് കണ്ടത്. ഇനി നമുക്ക് മഹാറാണിയുടെ ചെറിയ പ്ലാന്റ്, നമുക്ക് മാക്സിമം ചെറിയ പ്ലാന്റ് കിട്ടുന്നതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മഹാറാണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് 800 മുതൽ അവൈലബിൾ ആണ് മഹാറാണിയുടെ പ്ലാന്റ് കേട്ടോ. കുഞ്ഞു പ്ലാന്റുകളിൽ പോലും ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ പോലും ഫ്ലവർ വരുന്നുണ്ട്. ഇതിലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചുകൊണ്ട് എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മഹാറാണി വരുന്നത്. 800 മുതൽ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ് പ്രിൻസസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കണ്ടോ, ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചായിട്ട് നമുക്ക് തായ് പ്രിൻസസ് വരാറുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഷോർട്ടേജ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. തായ് പ്രിൻസസിൻ്റെ നമുക്ക് 650 രൂപ മുതലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. ദാ ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. 650 പ്ലാന്റ് എന്ന് പറഞ്ഞാലും ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. 650 രൂപ മുതലുള്ള തായ് പ്രിൻസസിൻ്റെ പ്ലാന്റുകൾ. ഇതാണ് ഫ്ലവർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളും ഇതുപോലത്തെ വലിയ പ്ലാന്റും 800 പ്ലാന്റ്, 1000 പ്ലാന്റ്, അങ്ങനെ പല റേഞ്ചിലുള്ള പ്ലാന്റ്സ് നമുക്ക് തായ് പ്രിൻസസിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ തിമയുടെ പ്ലാന്റ് ആണ് കേട്ടോ. തിമ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ 7 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. തിമ റെഡ് ഇത് കേട്ടോ, ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് ഈ ഒരു കളറാണ്. എന്ന് വെച്ചാൽ തിമ റെഡ് എന്ന് പറയുമ്പോൾ റെഡ് കളർ പൂക്കളല്ല കേട്ടോ വരുന്നത്. എന്താ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മജന്തയും പിന്നെ എന്തൊക്കെയാണ് പിങ്കും, അങ്ങനെ കുറച്ച് കളറുകളെല്ലാം മിക്സായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ തിമ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആണ്. ഇന്നത്തെ പ്രൈസ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന പ്ലാന്റിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് പ്ലാന്റുകൾ എടുക്കുന്നത്. പല സ്ഥലത്തും പല റേറ്റാണ്. നമുക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ച് ചിലപ്പോൾ ചില ആഴ്ചകളിൽ നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ പ്രൈസ് കുറവായിരിക്കാം. ഓരോ ആഴ്ച നമുക്ക് കിട്ടുന്ന പ്രൈസ് അനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഇടുന്നത് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് തായ് സുബർണ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് വരുന്നത് തായ് സുബർണ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് ആണ് തായ് സുബർണ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 850 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് മിസ് വേൾഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. മിസ് വേൾഡിൻ്റെ പ്ലാന്റുകളാണ്. കുറച്ച് മിസ് ഹോളണ്ടുമായിട്ട് പൂക്കൾക്ക് സാമ്യമുണ്ട് കേട്ടോ. അപ്പോൾ മിസ് വേൾഡിന് നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മിസ് വേൾഡിൻ്റെ ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റിന് റേറ്റ് വരുന്നത് 600 ആണ്. അത്യാവശ്യം 8 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഫ്ലവർ ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്, അതായത് പ്ലാന്റ് സൈസ് വലുതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി നമുക്ക് മിസ് വേൾഡ് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള മിസ് വേൾഡ് പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് 480 രൂപയാണ് കേട്ടോ. ഇതൊന്നും വെയിലത്തേക്ക് വെച്ചാൽ മതി. ഇതിന് പെട്ടെന്ന് ഫ്ലവർ വരും. പ്ലാന്റിൻ്റെ സൈസിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫ്ലവർ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 480. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് വാട്ടർ മെലൺ കിസ്സാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കാണിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഒരു പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 2000 ആണ് കേട്ടോ. ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. വരുമ്പോൾ ഉണ്ടായിരുന്ന ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുതിയ ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഒരു പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 2000. നമ്മൾ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ വിലയുടെ പ്ലാന്റുകളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഫോർമോസ വൈറ്റ് എന്നാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വരുന്ന പ്ലാന്റാണ് ഫോർമോസ വൈറ്റ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫോർമോസ വൈറ്റ് ഫുള്ള് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത്. ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 280. ബോഗെയിൻവില്ല പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് സേഫായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. പിന്നീട് പ്ലാന്റ്സുകൾ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങളുടെ കൈകൾ പ്ലാന്റുകൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്ലാന്റുകൾ കിട്ടിയെന്നൊരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് ചില്ലി റെഡാണ് കേട്ടോ. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ഇതുപോലത്തെ കവറിൽ വന്നിരിക്കുന്ന ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സുകളാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 280 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വരുന്നത് ചില്ലി യെല്ലോ ആണ് കേട്ടോ. ഇനി ചില്ലി റെഡിൻ്റെയും ചില്ലി യെല്ലോയുടെയും ഫ്ലവറുകൾ ഒന്ന് കാണിച്ചു തരുന്നത്. ഇതുപോലെ നല്ല ഡാർക്ക് കളറായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ചില്ലി റെഡ്. അതുപോലെ ചില്ലി യെല്ലോ ഇതുപോലെ നല്ല കട്ട മഞ്ഞ കളറാണ് ചില്ലി യെല്ലോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചില്ലി യെല്ലോ, ഈ ഒരു സൈസിലുള്ള ചില്ലി റെഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 280 വെച്ചിട്ട് 280 രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി അതുപോലെ അത്രയുള്ള കവറിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ് കയാട്ട എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. കയാട്ട
കയാട്ടയുടെ ഫ്ലവറൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കണാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും കയാട്ട. ഈ ഒരു സൈസുള്ള കയാട്ട പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 280, 280 രൂപ. ഇനി നമ്മൾ ഇതിൻ്റെ നല്ലൊരു കോംബോ ആണ് റെഡിയാക്കുന്നത്. അതായത് ചില്ലി യെല്ലോ, ചില്ലി റെഡ്, കയാട്ട, ഈ 3 പ്ലാന്റിനും കൂടി എടുക്കുന്നവർക്ക് ഇന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോംബോ റേറ്റ് വരുന്നത് 750, 750 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. കയാട്ട പ്ലാന്റിൻ്റെ പിക്ക് സൈഡ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു ഐറ്റം വരുന്നത് റൂബി റെഡ്. റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ഉണ്ടോ, നല്ല ഭംഗിയാണ്. ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളറാണ് റൂബി റെഡ് വരുന്നത് കേട്ടോ. റൂബി റെഡ്, അതുപോലെ തന്നെ ഫയറപ്പൽ ഓറഞ്ച്. ഓറഞ്ച് ഫ്ലവറാണ് വരുന്നത്. ഫയറപ്പൽ ഓറഞ്ച് എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഫയറപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 450 ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് വരുന്നത്. അതുപോലെ തന്നെ ഫയറപ്പൽ ഓറഞ്ചിൻ്റെ, റൂബി റെഡിൻ്റെയും ചെറിയ പ്ലാന്റുകൾ, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈസുള്ള കവർ പ്ലാന്റുകൾ, ഈ ഒരു സൈസുള്ള കവർ പ്ലാന്റുകൾ. റൂബി റെഡ് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാറായ പ്ലാനാണ്. ഫയറപ്പൽ ഓറഞ്ച് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂബി റെഡ് നമുക്ക് സ്റ്റോക്ക് കുറവാണ്. ഫയറപ്പൽ നമുക്ക് സ്റ്റോക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സൈസിലുള്ള പ്ലാന്റുകളാണ് ഫയറപ്പൽ ഓറഞ്ചും റൂബി റെഡും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 280 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 280 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം വരുന്നത് ബ്ലൂബെറി ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഡാർക്ക് മജന്ത ഫ്ലവറാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ, നമ്മൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോ, എല്ലാവർക്കും നല്ല റേറ്റ് ഒന്നും കൊടുത്ത പ്ലാന്റുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സുകൾ കൂടി കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്ലൂബെറി ഡ്വാർഫ് എന്നാണ് പേര് വരുന്നത്. ബ്ലൂബെറി ഡ്വാർഫിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഇതും ഹാങ് ചെയ്യാനൊക്കെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 230, 230 രൂപയാണ് റേറ്റ് വരുന്നത്. സ്റ്റോക്ക് വളരെ കുറവാണ്. 15, 20 പീസ്, 20 പീസ് ഇല്ല, 15 പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ്. ഹാങ്ങിങ് ബ്ലൂബെറി ഐസ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബ്ലൂബെറി ഐസ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ് ചെയ്യാനും അതുപോലെ പോട്ടിൽ നിർത്താനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 480, 480 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ബ്ലൂബെറി ഐസ് പോലെ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായ ഒരു ഐറ്റം ആണ് ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഫുൾ ഫ്ലവർ ചെറിയ പ്ലാന്റ് ആണ്, ഒരുപാട് സൈസ് ഇല്ല. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ഹവായ് വൈറ്റ് ആണ് വരുന്നത്. ഈ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള ഹവായ് വൈറ്റിന് റേറ്റ് വരുന്നത് 480, 480 രൂപയാണ്. ഇനി ബ്ലൂബെറി ഐസും ഹവായ് വൈറ്റും വെച്ചുള്ള ഒരു കോംബോ പ്രൈസ് വരുന്നത് 900 ആണ് കോംബോ വരുന്നത് കേട്ടോ. രണ്ടും ഹാങ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ലോങ് പിങ്ക് ആണ് കേട്ടോ. ടാങ്ലോങ് പിങ്ക് എന്നോ പർപ്പിൾ എന്നോ ഒക്കെ പറയാം. അതായത് ചില സമയത്ത് നോക്കുമ്പോൾ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ് കാണുന്നത് കേട്ടോ. ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡാണ് ചില സമയത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ടാങ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ്. ഫ്ലവറിൻ്റെ പിക്കാണ് ഈ കാണുന്നത്. എല്ലാ പ്ലാന്റും ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്. അടുത്ത് വരുന്ന ടാങ്ലോങ് പീച്ച് ഉണ്ട് കേട്ടോ. ടാങ്ലോങ്ങിൻ്റെ പീച്ച് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ടാങ്ലോങ് പീച്ച് വരുന്നത്. അടുത്ത് വരുന്ന ടാങ്ലോങ് റെഡ് ആണ്. അങ്ങനെ 3 ടൈപ്പുള്ള ടാങ്ലോങ്ങിൻ്റെ പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടാങ്ലോങ് റെഡിൻ്റെ പ്ലാന്റും ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. എന്താണ് ടാങ്ലോങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ അധികം വിരിയില്ലാത്ത ഇങ്ങനെ മൊട്ട് പോലെ നിൽക്കുന്ന പ്ലാന്റ് ആണ് ടാങ്ലോങ്. ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ടാങ്ലോങ് റെഡിന് എല്ലാ പ്ലാന്റ്സിനും 3 പ്ലാന്റ്സിനും ഓരോന്നിനും റേറ്റ് വരുന്നത് 650 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 650 രൂപ വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത്. ടാങ്ലോങ് റെഡ്, ടാങ്ലോങ് പീച്ച്, ടാങ്ലോങ് പിങ്ക്, അങ്ങനെ 3 വെറൈറ്റി ടാങ്ലോങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 650. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കയാട്ട. നമ്മൾ ആദ്യം കയാട്ടയുടെ 280യുടെ പ്ലാന്റ് കണ്ടിരുന്നു. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കയാട്ടയുടെ ഇതുപോലത്തെ ബുഷായിട്ട് നിൽക്കുന്ന ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രീസ പീച്ചിൻ്റെ ഒരു ലുക്കാണ് കയാട്ട എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തൊരു വെറൈറ്റി വരുന്നത് നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. പേര് വരുന്നത് ബിഡാദരി എന്നാണ്. നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലവറൊക്കെ പൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. അത് ഫ്ലവർ പൊഴിഞ്ഞിട്ട് പുതിയ ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് മേടിച്ച പ്ലാന്റ് ആണ് കേട്ടോ ബിഡാദരി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഫ്ലവറിൻ്റെ പിക്കൊക്കെ ഇതുപോലെ മാറി മാറി വരുന്നതാണ് കേട്ടോ. ഹാങ് ചെയ്യാനും അല്ലാതെ പോട്ടിൽ വയ്ക്കാനും ഒക്കെ നല്ലൊരു വെറൈറ്റിയാണ് ബിഡാദരി. റേറ്റ് വരുന്നത് 850 850 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഫ്ലവറൊക്കെ കാണിട്ട്. സ്റ്റാർ പോലെ ഇരിക്കുന്ന ഫ്ലവറാണ്. ഈ ഒരു സൈസിലുള്ള 3 സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് നമുക്ക് സെയിലിന് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്നത്തെ 3 സ്റ്റാറിന് റേറ്റ് വരുന്നത് 850 850 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുന്നു മാർബിൾ കിങ് എന്ന് പറയുന്ന പ്ലാന്റ്. ഒത്തിരി എൻക്വയറി വന്ന പ്ലാന്റ്സ് ആണ്. കാരണം പൂക്കൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, അതുപോലെ പ്ലാന്റിന് റേറ്റും കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കിത് പ്ലാന്റ് തികഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 100 പ്ലാന്റോളം വന്നിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് തികയാതിരുന്നൊരു പ്ലാന്റാണ് മാർബിൾ കിങ്. ഇപ്പോൾ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഉള്ള ഫ്ലവറൊക്കെ പൊന്നിട്ട് പുതിയ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാർബിൾ കിങ്ങിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 250 250 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് അർജുന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഫുൾ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. നല്ല ബുഷായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അർജുന 2 പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 850 850 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അർജുന എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല സൂപ്പർ പ്ലാന്റ് ആണ്. അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആയിട്ട് ഒരു പ്ലാന്റുമാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ് കേട്ടോ. ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ്. ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 450 450 രൂപയാണ്. വലിയ പ്ലാന്റ്. നമുക്ക് 3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് 170യുടെ ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മൊണാലിസ യെല്ലോയാണ്. ഗോൾഡൻ മൊണാലിസ യെല്ലോ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സും ഇതിൻ്റെ ലീവ്സും എല്ലാം ഒരു പ്രത്യേകതയാണ്. ഫ്ലവറെല്ലാം പോയിട്ട് പുതിയ ഫ്ലവേഴ്സുകൾ വരുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരു 12 ഇഞ്ച് പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 600. ഇതിൻ്റെ ഒരു 5 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് മഹാറ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ലീഫിങ് ഇതുപോലെ വെരിഗേറ്റഡ് ആണ്. പൂക്കൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മഹാറ വെരിഗേറ്റഡ് ഇന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 400 400 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പൂക്കൾ ഇതുപോലെ കളറുകൾ മാറി വരുന്നുണ്ട്. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ലേഡി ബേഡാണ് കേട്ടോ. ലേഡി ബേഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ കളറൊക്കെ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ലേഡി ബേഡ്. സൈഡിൽ പിക്ക് കാണിക്കുന്നുണ്ട്. ലേഡി ബേഡിൻ്റെ ഒരു 3 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 480 480 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. മെസ്സേജുകളെല്ലാം കുറച്ച് ലേറ്റായിട്ടായിരിക്കും കാണുക, എന്നാലും എല്ലാവരും മെസ്സേജിന് മാക്സിമം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ് കൊറിയർ, അതുപോലെ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ, ബ്ലൂ ഡാർട്ട്, പിന്നെ പെറ്റ് സർവീസ്, ഇത്രയും സർവീസാണ് നമുക്കിവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഇത്ര നേരം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.